വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പ്രത്യേക ചടങ്ങുകൾ ഒഴിവാക്കി ഡിജിറ്റലായാണ് ഇരു നേതാക്കളും ധാരണയിൽ ഒപ്പുവെച്ചത്. 60 ദിവസത്തേക്ക് സൈനിക നടപടികളും എണ്ണ വിൽപ്പനയ്ക്ക് ഉൾപ്പെടെ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും നിർത്തിവെക്കും. ട്രംപ് ധാരണാപത്രം ഒപ്പുവെക്കുന്ന ദൃശ്യങ്ങൾ വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പുറത്തുവിട്ടു. ആദ്യം നമുക്ക് ആ സമാധാനത്തിന് മുന്നോടിയായുള്ള ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. അടിക്കുകയാണ് ദൃശ്യങ്ങൾക്ക് എന്നുള്ളതാണ് അല്ലേ? കാരണം ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നുണ്ട്, സമാധാന കരാർ പ്രാബല്യത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഐസനിലേക്ക് പോകാം. ഐസൻ, ഇപ്പോൾ ട്രംപും പെസഷ്കിയാനും ഒപ്പുവച്ചിരിക്കുകയാണ്. ഇരുവരുടെയും ഒപ്പിന് കോടിക്കണക്കിന് ജനതയുടെ ജീവന്റെയും ജീവിതത്തിന്റെയും വിലയുണ്ട്. എന്നാലും നമ്മൾ പലപ്പോഴും ഇങ്ങനെ സമാധാന ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത അതേ നമുക്ക് തന്നെ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. എന്തായാലും ഈ ഒരു ഒപ്പ് അതൊരു നിർണായക ഒപ്പാണ്. എന്തൊക്കെ കരാറുകൾ പ്രകാരമാണ് ഇരു രാജ്യങ്ങളും ഒപ്പ് വെച്ചത്? ഒപ്പം എത്ര ദിവസത്തേക്കാണ് ഈ സമാധാന ധാരണ നിലനിൽക്കുന്നത്? 60 ദിവസത്തിന് ശേഷം വീണ്ടും യുദ്ധം തുടങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ? സമാധാനം പുലരുമോ ഐസൻ? അശ്വതി, രാഖി, തീർച്ചയായും സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപ് തന്നെ ഇന്നലെ വിശദീകരിച്ചിരുന്നു, അതൊരു ധാരണാപത്രമാണ്. അതായത് ആ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ധാരണകൾ 14 ധാരണകൾ എത്തിയിരിക്കുന്നു. ആ ധാരണകൾ കൃത്യമായി നടപ്പാക്കാമെന്നുള്ളൊരു എഗ്രിമെൻ്റാണ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റലിയാണ് ഈ രണ്ട് നേതാക്കളും ഈ ധാരണാപത്രം ഒപ്പുവെച്ചത്. നേരത്തെ നമുക്കറിയാം, മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിലാണുള്ളത്. ഇവർ രണ്ടുപേരും ഫ്രാൻസിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ രണ്ടുപേരും ചേർന്ന് ഡിജിറ്റലായി ഈ ധാരണാപത്രം ഒപ്പുവെക്കുകയായിരുന്നു. അതിനുശേഷം ഫ്രാൻസിൽ നടന്ന ഒരു ഡിന്നറിൽ, അതായത് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെ പങ്കെടുത്ത ഡിന്നറിൽ അതിൻ്റെ ഹാർഡ് കോപ്പി സൈൻ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഏറ്റവും നിർണായകമായൊരു തീരുമാനവും നിർണായകമായൊരു ഇടപെടലുമാണ്. നമുക്കറിയാവുന്നതാണ്, ഹോർമൂസിലെ തടസ്സങ്ങൾ തീർക്കുന്നതിനുള്ള ഇടപെടൽ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഫ്രാൻസ് ഈ വിഷയങ്ങളിൽ പലതരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിരുന്നു. UK യുടെ ഇടപെടലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിശാലമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ, ഇറാൻ വിഷയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഫ്രാൻസിൽ അത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തത്. വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുന്ന ഒരു സെറിമോണിയലായ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 14 സമാധാന നിർദ്ദേശങ്ങളാണ് ഈ ധാരണയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണവായുധം നിർമ്മിക്കുകയോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകുന്നു. ഹോർമൂസ് തുറക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള അതിക്രമങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കാം. ലബനനെ അതുപോലുള്ള ലബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ, അത്തരത്തിലുള്ള നിരവധിയായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങൾ തുടർച്ചയായി ഇറാൻ 47 വർഷമായി നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കണമെന്നൊരു നിലപാടാണ്. 60 ദിവസത്തിനുള്ളിൽ ഒരു അന്തിമ ധാരണയിലെത്തണം. അതിനുശേഷം ഇറാൻ ഫണ്ട്, അതായത് നമുക്കറിയാവുന്നതാണ്, വിദേശത്തു നിന്നൊക്കെ പെൻഡിംഗ് ആയ പല ഇറാൻ ഫണ്ടുകളുണ്ട്, ഇറാൻ ലഭിക്കേണ്ട തുകയായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചു നൽകുന്ന കാര്യം സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാകും. അത്തരത്തിൽ വിവിധങ്ങളായ 14 നിർദ്ദേശങ്ങളാണ് ഈ ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ധാരണാപത്രം ഇന്നലെ ഒപ്പുവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചയോടുകൂടി അത് ഒപ്പുവെക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെ ഏറ്റവും നിർണായകമായൊരു ചുവടുവെപ്പാണ്. നേരത്തെ അശ്വതി ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമാകുന്നത്. നിരവധി മനുഷ്യരുടെ ജീവിതം ഉൾക്കൊള്ളുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം തന്നെയാണ്. ഹോർമൂസിലെ തടസ്സമുണ്ടായതോടെ സ്വാഭാവികമായും എണ്ണയുടെ വരവിലും എല്ലാം തന്നെ വലിയ പ്രതികൂലാവസ്ഥകൾ പല രാജ്യങ്ങളും നേരിടേണ്ടി വന്നു. 20% ലോക എണ്ണ വ്യാപാരം അല്ലെങ്കിൽ കപ്പൽ ഗതാഗതം കടന്നുപോകുന്ന ഒരു മേഖല കൂടിയാണത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ലോകത്തിനുണ്ടാവുകയും ചെയ്തിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അന്തിമ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ചയോടെ പൂർണ്ണമായും ഹോർമൂസ് തുറക്കുമെന്ന ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ട്രംപ് തന്നെ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെള്ളിയാഴ്ചയോടെ തുറക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താൻ ദിവസങ്ങൾ മാത്രമേ ഇനി വേണ്ടി വരികയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ US ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നെന്ന് പറയുമ്പോൾ വലിയ ആശ്വാസമാണ് ലോകരാജ്യങ്ങൾക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.